ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അപ്പോൾ ഇന്നത്തെ ജനറൽ പ്രമോയൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലേ. അപ്പോൾ അടിപൊളി വിശേഷം തന്നെയാണ് ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. അപ്പം നമ്മുടെ സച്ചിനെ രേവതിനെയും എങ്ങനെയെങ്കിലും ഒന്നിപ്പിക്കുവാൻ, അവരെ രണ്ടുപേരെയും ഭാര്യയും ഭർത്താവുമായിട്ട് എങ്ങനെയെങ്കിലും ജീവിക്കുവാൻ വേണ്ടി നമ്മുടെ അച്ചമ്മ കിടന്ന് പാടുപെടുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ഈ ആഴ്ചയിൽ കണ്ടത്. എന്ത് ചെയ്യാനാണ്, എന്നിട്ടും നമ്മുടെ സച്ചി അമ്പിലും വില്ലിനും അടുക്കുന്നില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. അങ്ങനെ കുറേ മുരിങ്ങക്കയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. മുരിങ്ങക്കയൊക്കെ ഉണ്ടാക്കി കൊടുത്തത് വേറെ ഒന്നിനുമല്ല, എങ്ങനെയെങ്കിലും അവർ ഒന്നാകട്ടെ എന്നൊക്കെ ഓർത്താണ് അതൊക്കെ ചെയ്തത്. ചില പൊടിക്കൈകളൊക്കെ നമ്മുടെ അച്ചമ്മ ചെയ്യുന്നത്. പക്ഷേ അതും പൊട്ടി പാളീസായി പോവുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ലാസ്റ്റ് ഭാഗമായിട്ട് കണ്ടത് വേറെ ഒന്നുമല്ല, നമ്മുടെ സച്ചി രേവതിയും കുറച്ച് റൊമാൻസ് നിമിഷങ്ങളോടെ ഇങ്ങനെ നോക്കിയൊക്കെ ഇരിക്കുന്ന ആ ഒരു സീനൊക്കെയാണ് നമ്മൾ കണ്ടത്. പക്ഷേ അതാ നോക്കിയിരുത്തം മാത്രമേ ഉള്ളൂ, അല്ലാതെ അവിടെ വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മുടെ സച്ചി നിലത്ത് തന്നെ കിടന്നുറങ്ങും, അതുപോലെ രേവതി മുകളിൽ കട്ടിലിൽ തന്നെ കിടന്നുറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പം നേരം വെളുക്കുന്നു. നേരം വെളുത്ത് കഴിയുമ്പോഴേക്കും മുത്തശ്ശി വലിയ പ്രതീക്ഷയോട് കൂടിയൊക്കെയാണല്ലോ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. അവർ രണ്ടുപേരും ഒന്നാകുന്നുള്ള ആ ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ പ്രതീക്ഷയൊക്കെ തകിടം മറിച്ചുകൊണ്ട് നമ്മുടെ രേവതി രാവിലെ നിന്ന് മുറ്റമൊക്കെ ഇങ്ങനെ അടിക്കുകയാണ്. അപ്പം മുറ്റം അടിക്കുകയും കോലം ഇടുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇവൾ ഇത്ര രാവിലെ എണീറ്റോ, അതെന്ത് പറ്റി രാവിലെ എണീറ്റത് എന്നൊക്കെ പറഞ്ഞ് സച്ചി എവിടെ പോയി, സച്ചിനെ കണ്ടില്ലല്ലോ എന്നും പറഞ്ഞ് സച്ചിയുടെ അതായത് അവരുടെ റൂമിൽ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ആണെങ്കിൽ താഴെ കിടന്നുറങ്ങുക. അതും ഒരു ചെറിയ മുണ്ടും ഷർട്ടും ഒക്കെ അങ്ങാണ്ടൊക്കെ വിരിച്ചിട്ട് അവിടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നുറങ്ങുക. നമ്മുടെ സച്ചിനെ കണ്ടതും പെരുവിരളിൽ നിന്നിങ്ങനെ തരിച്ചു കയറി അച്ചമ്മയ്ക്ക്. അച്ചമ്മ അവിടെ നിന്ന് എണീറ്റിട്ട് നീ എന്ത് പരിപാടിയാടാ ഈ കാണിച്ചത്, അല്ല നീ എന്നാത്തിന് ഈ നിലത്ത് കിടന്നത് എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അതിനിപ്പോൾ എന്താ അച്ചമ്മേ ഞാൻ നിലത്ത് കിടന്നതിന്, അല്ല അപ്പം പായില്ലാതെ നീ എന്തിനാ ഈ നിലത്ത് കിടന്നത്, അത് ഇത് ആരുടെയാണെന്നറിയാമോ ഈ മുണ്ടും ഷർട്ടൊക്കെ, ഇത് അച്ചമ്മയുടെ ഹസ്ബൻഡിൻ്റെയാ എന്നൊക്കെ ഇങ്ങനെ ചുമ്മാ കളിയാക്കുന്ന രീതിയിൽ പറയുക. അതായത് എൻ്റെ അച്ചച്ചൻ്റെ മുണ്ടും ഷർട്ടും അതിലേ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയപ്പോഴത്തേക്കും ഞാൻ ചെറുതിലെ അച്ചച്ചൻ്റെ കൂടെ കിടന്നുറങ്ങിയില്ലേ, ആ ഒരു ഫീലാണ് എനിക്ക് ഉണ്ടായത് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് മുത്തശ്ശി മനസ്സിൽ വിചാരിച്ചു, ദൈവമേ ഇവനെ ഞാൻ എങ്ങനെയെങ്കിലും ഒരു കുട്ടിയുടെ അച്ഛനാക്കാൻ നോക്കുമ്പോൾ അവൻ കുട്ടിയാകാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് മനസ്സിലിങ്ങനെ അച്ചമ്മ വിചാരിക്കുകയാണ്. അങ്ങനെ സച്ചിയോട് പറഞ്ഞു, ഏതായാലും നീ കൊള്ളാടശോ, ഇതെന്തൊക്കെയാണ് ഞാൻ ഈ കാണുന്നത്, എൻ്റെ പൊന്ന് ഈശ്വര നിങ്ങളിതൊന്നും കാണുന്നില്ല, ഇവനെ ഞാൻ എന്താ ചെയ്യുന്നത്, ഇവൻ വെറും പൊട്ടനായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അച്ചമ്മ എന്താ ഈ പറയുന്നത്, എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഞാൻ അച്ചച്ചൻ്റെ ആ ഒരു ഷർട്ടും മുണ്ടിലും ഒക്കെ എടുത്ത് കിടന്നതിനിപ്പോൾ എന്താ പ്രശ്നം ഇരിക്കുന്നത്, അതെ ഇത് കെട്ടിപ്പിടിച്ച് ഞാൻ കിടന്നോളാം, നീ ഇപ്പം ഇതല്ല കെട്ടിപ്പിടിച്ച് കിടക്കേണ്ടത്, നീ ഇപ്പം കെട്ടിപ്പിടിച്ച് കിടക്കേണ്ട ആള് ആരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് നിനക്ക് പറഞ്ഞ് ഇനി തരണമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതെന്താ അച്ചമ്മ അങ്ങനെ പറയുന്നത്, എനിക്കെന്താ അച്ചച്ചനെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ പറ്റില്ലേ, പണ്ടത്തെ എങ്ങാണ്ട് ആ ഒരു ഓർമ്മ, ഏതായാലും ഇന്നലെ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റി എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും മേളിലേക്ക് നോക്കിയിട്ട് നമ്മുടെ അച്ചമ്മ അതായത് എന്തെൻ്റെ പൊന്നു മനുഷ്യ ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പറയുമല്ലോ, അതായത് മരിച്ചു പോയവരാണെങ്കിലും നിങ്ങളുടെ കൊച്ചുമോൻ ഇങ്ങനെയായി പോയല്ലോ എന്നിങ്ങനെ പറയുന്ന പോലെ സംസാരിക്കുകയാണ്. അപ്പോഴത്തേക്കും ഇതെന്താ അച്ചമ്മ അച്ചച്ചനോട് സംസാരിക്കുന്നത്, അല്ല ചില സന്ദർഭങ്ങളിലെ എനിക്ക് വേറെ ആരും ഇല്ലല്ലോ പറയാനൊന്നും, അപ്പം ഞാൻ പറഞ്ഞു പോകും, ആണോ അങ്ങനെയാണെങ്കിൽ ഞാനും പറയാം, എൻ്റെ അച്ചച്ച ഞാൻ എന്തൊക്കെയാണ് ഇവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പറയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നീ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ സച്ചി, എനിക്ക് കലി വരുന്നുണ്ട്, നമ്മൾ രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിക്കുന്ന കണ്ട ആൾക്കാർ ഓർക്കും നമുക്ക് വട്ടാണെന്ന്, അത് ശരിയാ, നമ്മൾ രണ്ടുപേരും ഇല്ലാത്ത ആളോട് ഇങ്ങനെ സംസാരിക്കുന്ന കണ്ട ആൾക്കാർ വട്ട് തന്നെയാണെന്ന് ഓർക്കും, പിന്നെ അപ്പുറത്തുനിന്നൊരു ശബ്ദം ഇങ്ങോട്ട് കേൾക്കുന്നില്ലല്ലോ, അപ്പോൾ അതും കൊണ്ട് കുഴപ്പമില്ല, നമ്മൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതാണെന്ന് ആരെങ്കിലും കണ്ടാൽ തന്നെ ഓർത്തോളൂ എന്ന് പറഞ്ഞപ്പോൾ ഈ മന്ദബുദ്ധി ചെറുക്കനെ ഞാൻ ഇനി എന്ത് ചെയ്യുന്നുള്ള മട്ടിൽ നമ്മുടെ മുത്തശ്ശി അങ്ങ് ദേഷ്യം വന്നിട്ട് അങ്ങ് പോകുകയാണ് കേട്ടോ. കാരണം അതുപോലെ ആയിപ്പോയി, പാവം കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയോ അവരൊന്നിക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിന് ശേഷം കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പലമാണ്, അതായത് നമ്മുടെ ശ്രുതിയുടെയും വിവാഹത്തിൻ്റെ ആ ഒരു ചടങ്ങുകൾക്ക് ആ ഒരു കല്യാണക്കാരുടെ അമ്പലത്തിൽ വെച്ച് കൈമാറുകയാണ്. അതായത് നമ്മുടെ ശ്രുതിക്കാണ് കൈമാറുന്നത്. അപ്പോൾ ശ്രുതിക്ക് കൈമാറുമ്പം സ്വാഭാവികമായിട്ടും അത് ശ്രുതിക്കല്ല കൈമാറേണ്ടത്, അതായത് ശ്രുതിയുടെ അച്ഛനും അമ്മയ്ക്കുമാണ് കൈമാറേണ്ടത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഒരു ചോദ്യം വരികയാണ് കേട്ടോ. നമ്മുടെ രവീന്ദ്രൻ തന്നെ ചോദിക്കുകയാണ്, അല്ല മോളുടെ അച്ഛനും അമ്മയില്ല, മോളുടെ അച്ഛന് ഈ ഒരു പത്രിക കൊടുക്കേണ്ടതായിരുന്നു, ഈ ഒരു കല്യാണക്കുറി കൊടുക്കേണ്ടതായിരുന്നു
ചടങ്ങ്. പക്ഷേ മോളുടെ അച്ഛനില്ലല്ലോ, ഒന്ന് ഫോൺ വിളിക്കുമെങ്കിലും ചെയ്യുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് പേടിച്ചു പോയിട്ടോ ശ്രുതി. അങ്ങനെ ശ്രുതി പെട്ടെന്ന് പേടിച്ചു പോയിട്ട് പറഞ്ഞു, അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അച്ഛനില്ല. ഞാനിപ്പം അങ്ങേരെ മനസ്സിൽ പോലും വിചാരിക്കുന്നില്ല, അങ്ങേരെ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. എവിടെ നിന്നൊക്കെയോ ഫോൺ വിളിക്കും, ഞാൻ അത് അറ്റൻഡ് ചെയ്യാറ് പോലും ഇല്ല. അമ്മയ്ക്കറിയാലോ, അമ്മ അത്രയും നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് അന്ന് ഞാൻ എൻ്റെ അച്ഛൻ വിളിച്ചപ്പോൾ സംസാരിച്ചത്. എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കുടുംബക്കാരും എല്ലാം ഇപ്പം നിങ്ങളാ. എനിക്ക് നിങ്ങളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇപ്പം വേറെ ആരും. അതുകൊണ്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ അമ്മയുടെ കൈയും കൊണ്ട് അത് തരുവാണെങ്കിൽ അത് തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. എൻ്റെ അമ്മ എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ളത് ഇപ്പം എൻ്റെ ഈ അമ്മയ്ക്കാണ്. ഈ അമ്മ തന്നെ ആ ഒരു കല്യാണക്കാരനെ എൻ്റെ കയ്യിലേക്ക് തന്നാൽ മതി. അത് തന്നെ ഏറ്റവും ഐശ്വര്യവും നല്ലതും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചന്ദ്രമതിനെ അങ്ങോട്ട് സോപ്പിട്ടെടുക്കുകയാണ് ശ്രുതി. അത് കേട്ടപ്പോൾ ചന്ദ്രമതിക്ക് ഓഹോ ഇതിൽ പരം വേറെ വല്ലതും ഉണ്ടോ? ഭാമ പറഞ്ഞു, കേട്ടോ രവീന്ദ്ര പറയുന്നത്, ഇതിൽ കൂടുതൽ എന്തു ഭാഗ്യമാണ് നിങ്ങൾക്ക് വേണ്ടത്? ഇത്ര നല്ലൊരു മരുമകളല്ലേ കയറി വരാൻ പോകുന്നത്. അത് നമ്മുടെ ചന്ദ്ര ഉദ്ദേശിച്ച പോലെ തന്നെ ഒരു മരുമകളെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പം അങ്ങോട്ട് നമ്മുടെ ചന്ദ്ര അങ്ങ് പൊങ്ങിപ്പോയിട്ടോ. അങ്ങനെ ആ ഒരു കല്യാണക്കാരന് നമ്മുടെ ശ്രുതിയുടെ കയ്യിലേക്ക് തന്നെ കൊടുക്കുകയാണ്. സത്യം പറഞ്ഞാൽ ശ്രുതി ഇങ്ങനെ എല്ലാവരെയും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വിശ്വസിച്ചിരിക്കുകയാണ് ഇതൊക്കെ. അപ്പോൾ ഈ കുറിയൊക്കെ മേടിച്ച് കഴിഞ്ഞ് നമ്മുടെ ശ്രുതി വെളിയിലേക്ക് അങ്ങ് ഇറങ്ങി പോവാണ്. അപ്പോൾ വെളിയിലേക്ക് ഇറങ്ങി ചെന്നപ്പോഴത്തേക്കും കൂട്ടുകാർ പറയുന്നുണ്ട്, നീ എന്താണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? നീ ഈ കാണിക്കുന്നതെല്ലാം വലിയ അബദ്ധമാണ്. ഇതൊക്കെ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ, വിവാഹം വരെ ഇതെങ്ങനെയെങ്കിലും മുന്നോട്ടേക്ക് കൊണ്ടുപോയേ പറ്റൂ. വിവാഹം കഴിഞ്ഞ് ഇറ്റ്സ് ഓക്കെ, എനിക്ക് കുഴപ്പമില്ല, ഇത് കണ്ടുപിടിച്ചോട്ടെ. വിവാഹം കഴിഞ്ഞ് കണ്ടുപിടിച്ചാൽ അതെനിക്ക് വിഷയമല്ല. കാരണം വിവാഹം കഴിയുമ്പോൾ ഞാൻ അവരുടെ കുടുംബത്തിൽ കയറി ചെന്നവളാണല്ലോ. ഞാൻ ഇപ്പം വിവാഹം കഴിക്കാൻ പോകുന്നത് വേറൊന്നുമല്ല, നിയമപ്രകാരം തന്നെയാണ്. അപ്പം പിന്നെ എന്നെ ഉപേക്ഷിക്കാനൊന്നും പറ്റില്ല. എൻ്റെ സമ്മതം കൂടാതെ ഒരിക്കലും ശ്രുതിക്ക് എന്നെ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. അതൊക്കെ പോട്ടേടി, അതൊക്കെ ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് തന്നെ ഈ ഒരു കല്യാണക്കാർഡൊക്കെ മേടിച്ചപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയുടെ കണ്ണുനീരൊക്കെ ഇങ്ങനെ വരുന്ന കാണണം. കണ്ണൊക്കെ നിറഞ്ഞ് ഒഴുകുകയാണ് കേട്ടോ. ചെറിയ സങ്കടമുണ്ട്, അത് വേറെ കാര്യം. നല്ലൊരു ജീവിതത്തിന് വേണ്ടിയാണ് ആ പെൺകുട്ടി അങ്ങനെയൊക്കെ നുണ പറയുന്നത്, ശ്രുതി നുണ പറയുന്നത്. എങ്കിൽ പോലും നുണ പറഞ്ഞൊരു വിവാഹം നടത്താന്ന് പറയുമ്പോൾ അത് അത്രയ്ക്ക് മോശമാണല്ലോ. അപ്പോൾ ആ ഒരു സീനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാമ ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ രവീന്ദ്രനൊക്കെ അങ്ങ് മാറിപ്പോയി. അപ്പം ഭാമ ഭയങ്കര സംസാരം നമ്മുടെ ചന്ദ്രമതിയോട്. അതെ, നീ ഒരു കാര്യം ചെയ്യണം. കാരണം നിന്റെ മരുമക്കൾക്ക് നീ എന്തെങ്കിലും കൊടുക്കണ്ടെന്ന് ചോദിക്കുമ്പം, അവക്കല്ലേ ഞാൻ കൊടുത്തത് 10 ലക്ഷം രൂപ. അത് ആരും അറിയാതെ, ഇതെല്ലാവരും കാണക്കെ അറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും അവൾക്ക് നീ ഗിഫ്റ്റ് കൊടുക്കണമല്ലോ. കുറച്ച് സ്വർണ്ണം, ഒരു 10 പവൻ 10-15 പവനേലും സ്വർണം കൊടുക്കണം. കാരണം അറിയാലോ, അവളുടെ അച്ഛൻ പിന്നെ വരുമ്പം നമ്മളൊന്നും ചെയ്തില്ല എന്ന് ഒരിക്കലും ഉണ്ടാകരുത്. അവളുടെ അച്ഛൻ്റെ ബിസിനസ്സൊക്കെ ഏറ്റെടുക്കേണ്ട ആൾ ശ്രുതിയല്ലേ. അപ്പം പിന്നെ അവൾക്ക് കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്കും അതെങ്ങനെ ഇപ്പം അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? ഇപ്പം എൻ്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ, പൈസ ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നീ ചെയ്യേണ്ടത് നീ തന്നെ ചെയ്യണം. നിൻ്റെ ആദ്യത്തെ മരുമകൾക്കോ നീ ചെയ്തില്ല, പിന്നെ ആ പൂക്കാരിക്ക് ഞാനിപ്പോൾ സ്വർണം മേടിച്ചു കൊടുക്കാം. അതാണ് നിൻ്റെ ഗതി. അപ്പം വേണ്ട, ആ പൂക്കാരി പോട്ടെ. ഇതെന്ന് പറയുന്നത് നിനക്ക് ഇഷ്ടപ്പെട്ട് കയറി വരുന്ന മരുമകളാണ്. അറിയാലോ, അവളുടെ സ്വഭാവം നല്ല തങ്കപ്പെട്ട സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ അവളുടെ അച്ഛൻ ഇങ്ങോട്ട് വരുമ്പം കെട്ടിയിരിക്കുന്ന ചെറുക്കൻ്റെ വീട്ടുകാർക്കൊന്നും ഇല്ലേന്ന് ചോദിച്ചാൽ തീർന്നില്ലേ. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, എവിടെ നിന്നെങ്കിലും എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഒപ്പിച്ച് എല്ലാം സെറ്റാക്കണം. എങ്ങനെയെങ്കിലും കുറച്ച് ഗിഫ്റ്റുകളും സ്ട്രെസ്സുകളും അതുപോലെ തന്നെ ആഭരണങ്ങളും ഒക്കെ മേടിക്കണം എന്നിങ്ങനെ പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രയ്ക്ക് ആകെ അങ്ങോട്ട് വട്ടായി പോയിട്ടോ. കാരണം ചന്ദ്രയ്ക്ക് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. അങ്ങനെ ചന്ദ്ര പതുക്കെ ഇനിയിപ്പം രവീന്ദ്രനെ പിടിച്ചിട്ടല്ലേ കാര്യമുള്ളൂ. അങ്ങനെ പതിയെ രവീന്ദ്രൻ്റെ അടുത്തേക്ക് വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, രവീന്ദ്രനോട് പറഞ്ഞു, അതെ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ചായയൊക്കെ ഇട്ടുകൊണ്ട് കൊടുത്തപ്പോൾ രവീന്ദ്രന് മനസ്സിലായി എന്തോ ഉണ്ടെന്ന്. അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോയെങ്കിൽ പറഞ്ഞോളാൻ പറഞ്ഞു. അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി? അല്ല, നിൻ്റെ ഈ ഇപ്പൊക്കെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ചോദിച്ചു, എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറ എന്നിങ്ങനെ പറഞ്ഞപ്പം, അത് പിന്നെ പറയാനുണ്ട്. അതല്ല, നമ്മൾ വിവാഹത്തിന് എന്തെങ്കിലും കൊടുക്കണ്ടേ അവർക്ക്? എന്താ വിവാഹത്തിന് കൊടുക്കേണ്ടതെന്ന് ചോദിക്കുമ്പം, വിവാഹത്തിന് എന്ത് കൊടുക്കാൻ? ശ്രുതിക്ക് അവന് ആവശ്യമുള്ള സാധനം കൊടുത്തതല്ലേ,
50 ലക്ഷം രൂപ അവൻ കൊണ്ടുപോയി തൊലച്ചിട്ട് ഇനി അവൻ എന്ത് കൊടുക്കണമെന്നാണ് നീ പറയുന്നതെന്ന് ചോദിച്ചപ്പം അല്ല ശ്രുതിക്കല്ല, ശ്രുതിക്ക് നമ്മുടെ മരുമകളായിട്ട് കയറി വരുന്നതല്ലേ, അപ്പം വെറും കൈയോടെ നമ്മൾ സ്വീകരിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ എന്തെങ്കിലും നമുക്ക് ഇതിന് കൊടുത്തില്ലെങ്കിൽ അത് മോശമല്ലേ? അതും അവളുടെ അച്ഛനൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ മോശമായി പോകും. നമ്മുടെ കുടുംബത്തിന് നാണക്കേടെന്ന് പറയുമ്പോൾ അവളുടെ അച്ഛനെ ആദ്യം അവൾ കൊണ്ടുവരാൻ പറ. ആദ്യം അച്ഛൻ വരട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് കൊടുക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കാമെന്ന് പറയുമ്പം അവളുടെ അച്ഛനെ എങ്ങനെയാണ് ഇപ്പം വിളിച്ചു വരുത്തുന്നത്? അവൾക്ക് ഇഷ്ടമല്ല, അവൾ കാര്യങ്ങളും കഥയൊക്കെ ഞാൻ നിങ്ങളോടും പറഞ്ഞതല്ലേ എന്ന് പറയുമ്പം എൻ്റെ പൊന്ന് ചന്ദ്ര, എൻ്റെ കയ്യിൽ 5 പൈസ എടുക്കാനില്ല, ഇതുവരെ പെൻഷൻ വന്നിട്ടില്ല. അത് വേറെ കാര്യം, അതൊക്കെ നിൽക്കുക. ഏതായാലും എന്നാൽ പിന്നെ ഞാൻ നിനക്കൊരു വഴി പറഞ്ഞുതരാം. ഇനിയിപ്പോൾ ആകെ ഉള്ള ഒരു മുതലെന്ന് പറഞ്ഞാൽ ഈ വീടാ. ഈ വീടിൻ്റെ പ്രമാണം ഞാൻ നിനക്ക് എടുത്തോണ്ട് തരാം. നീ ഇപ്പോൾ എവിടെയെങ്കിലും കൊണ്ട് വെക്കുക. എന്നിട്ട് നീ ഒരു കാര്യം ചെയ്യുക, അത് നീ വിറ്റിട്ട് നിൻ്റെ മകൻ എന്നാന്ന് വെച്ചാൽ കൊടുത്തോളാൻ പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്കും പെട്ടെന്ന് പേടിച്ചു പോയി. അപ്പോൾ രവീന്ദ്രൻ അവിടുത്തെ പ്രമാണം എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങി പോകാനും തുടങ്ങി കേട്ടോ. ഇത് കണ്ടപ്പോഴത്തേക്കും പേടിച്ച് വിറച്ചിട്ട് നമ്മുടെ ചന്ദ്രൻ പറഞ്ഞു, അയ്യോ നിങ്ങളവിടെ നിൽക്കി പ്രമാണോ? അയ്യോ പ്രമാണമൊന്നും എടുക്കണ്ട, അതെടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല. അതെ 3 മക്കൾക്കും അവകാശപ്പെട്ടതാ. ഇനിയിപ്പോൾ അതെങ്ങാനും എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീകാന്ത് ആണെങ്കിൽ റെസ്റ്റോറൻറ്റ് ഇടാൻ നോക്കിയിരിക്കുക, പിന്നെ അതിന് കൊടുക്കേണ്ടി വരും, അതുപോലെ സച്ചിക്ക് കൊടുക്കേണ്ടി വരും. എല്ലാവർക്കും കൂടെ കൊടുത്ത് പിന്നെ ഈ വീട്ടിലാകെ കുടുംബ ലഹളയായി പോവും, ഭയങ്കരമായിട്ട് ബഹളമായി പോവും. അതുകൊണ്ട് വേണ്ട, അത് ചെയ്യേണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അപ്പം നിനക്ക് ഈ വീടിനെക്കുറിച്ചും മറ്റു മക്കളെക്കുറിച്ചൊക്കെ ചിന്തയുണ്ടോ? അത് 3 മക്കൾക്കും വേണ്ടിയുള്ളതാണെന്ന് നിനക്കറിയാം അല്ലേ? ഏതായാലും നിൻ്റെ മനസ്സ് ഏതായാലും അറിയാൻ പറ്റിയല്ലോ, നന്നായി എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു, എങ്കിൽ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങളുടെ അമ്മയുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? എൻ്റെ പൊന്ന് ചന്ദ്രൻ, നിനക്ക് നാണമില്ലേ? നമ്മൾ കൊടുക്കേണ്ട ആ പൈസ നമ്മളല്ലേ ഈ വയസ്സാം കാലത്ത് അവരെ സഹായിക്കേണ്ടത്, അല്ലാതെ നമ്മൾ ഇങ്ങോട്ടാണോ സഹായിക്കേണ്ടതെന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, എങ്കിൽ പിന്നെ ഇനിയിപ്പോൾ എന്നാ ചെയ്യുന്നത്? നീ ഒരു കാര്യം ചെയ്യുക, നീ പോയി ചോദിക്കാൻ പറ്റുമെങ്കിൽ ചോദിക്കും, ഞാൻ നിൻ്റെ കൂടെ വരാം. നീ നിൻ്റെ അമ്മായിയമ്മയോട് ചോദിക്കുകയോ എടുക്കുകയോ എന്ത് വേണമെന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര ഒന്ന് ഞെട്ടിയിട്ടോ. ഏതായാലും ചന്ദ്ര പിന്നെ എനിക്ക് വരാൻ പറ്റൂലെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവിടെ ഒരു ടെസ്റ്റ് നടക്കുകയാണ്. നമ്മുടെ ഭാമ പറയുകയാണ്, അതിനിപ്പോൾ എന്താ ചന്ദ്രയെ കുഴപ്പം? ഭാമയോട് ഈ കാര്യം ചെന്ന് പറഞ്ഞപ്പോൾ ഭാമ പറഞ്ഞു, അതിനിപ്പോൾ എന്താ കുഴപ്പം? ആ കിളവി തള്ളയുടെ കാല് പിടിക്കുവാണെങ്കിൽ പിടിച്ചെന്ന് ഓർത്തുകൊണ്ട് ഇപ്പോൾ എന്താ ഇരിക്കുന്നത്? നമുക്ക് ഏതായാലും വേറൊന്നും വേണ്ട, ശ്രുതിയുടെ മുമ്പിൽ നല്ല ആളായിട്ട് തന്നെ നിൽക്കണം. അവളുടെ അച്ഛനോ ഒക്കെ വീട്ടുകാരോ ഒക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോശമല്ലേ നമ്മളൊന്നും കൊടുത്തില്ലെന്ന്. നമ്മൾ നല്ല കുറച്ച് പൈസക്കാരെന്നൊക്കെ അറിയണമെങ്കിൽ ഇങ്ങനെ ചെയ്തേ പറ്റൂ. നീ ഒരു കാര്യം ചെയ്യുക, രണ്ടും കൽപ്പിച്ച് ആ കിളവി തള്ളയുടെ കാല് പിടിക്കുവാണെങ്കിൽ അങ്ങ് കാല് പിടിക്കും, നീ പോയിട്ട് കുറച്ച് പൈസ മേടിച്ചുകൊണ്ട് വരാൻ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ഏതായാലും ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ചന്ദ്ര ഇരിക്കുകയാണോ, പോണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ചു. അപ്പോൾ ഇതേ സമയം ആയിക്കോട്ടെ നമ്മുടെ രേവതിനെയും സച്ചിനെയും എങ്ങനെയെങ്കിലും ഒന്നിപ്പിക്കുവാനുള്ള തത്രപ്പാടിലാണ് അച്ചമ്മ. അങ്ങനെ അച്ചമ്മ ഇവരെ രണ്ടുപേരെയും ഒരു അമ്പലത്തിലേക്ക് പറഞ്ഞു വിടുകയാണ് കേട്ടോ. അങ്ങനെ ഒരു അമ്പലത്തിലേക്ക് പറഞ്ഞു വിടുന്നു. ആ അമ്പലം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, അതായത് വിവാഹം കഴിഞ്ഞവർക്ക് 2 പേർക്കും അടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവിടെ എന്തോ പൂജയൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ പൂജയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സ് പെട്ടെന്ന് അടുക്കുന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പറഞ്ഞു വിടുകയാണ് നമ്മുടെ അച്ചമ്മ സച്ചിനെയും രേവതിനെയും. അങ്ങനെ 2 പേരെയും ബൈക്കിലൊക്കെ കയറ്റിയാണ് പറഞ്ഞു വിടുന്നത്. രസമാണ് കേട്ടോ കാണാനാണ്. കാരണം സച്ചി ഇച്ചിരി അകന്ന് മാറിയിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ രേവതിയോട് പറയുകയാണ്, മോളിച്ചിരി നേരെ അങ്ങോട്ട് ചെന്ന് കയറിയിരിക്കുക, എന്നിട്ട് കെട്ടിപ്പിടിച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ബൈക്കിൽ 2 പേരെയും കെട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കുന്ന ആ ഒരു ഇതിലാണ് 2 പേരെ പറഞ്ഞയക്കുന്നത്. അങ്ങനെ ആ അമ്പലത്തിൽ ചെല്ലുന്നു. ആ അമ്പലത്തിൽ ചെന്നിട്ട് പൂജയും വഴിപാടുകളും ഒക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അതിനിടയിലായിട്ട് കുറച്ച് രസകരമായ നിമിഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ രേവതി പാടത്ത് പോവുകയും പാടത്ത് നിന്നിട്ട് ഞാറ് നടാൻ വേണ്ടി ഇങ്ങനെ അവിടെ കുറച്ച് പേരോട് ചോദിച്ചപ്പോൾ ഞാറ് നട്ടോളാൻ പറയുകയും അവർ പഠിപ്പിക്കുകയും നല്ല ഗംഭീരമായിട്ട് ഞാറ് നടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ തിരിച്ചു വരുമ്പോഴേക്കും അവിടെ വേറൊരു ട്വിസ്റ്റ് നടക്കുകയാണ്. നമ്മുടെ ശ്രുതിയുടെ അമ്മേനെയും ശ്രുതിയുടെ മോനെയും കാണുകയാണ്. അവരുടെ വീട് അതിൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ അവരെ കാണുകയാണ്. അപ്പോൾ ആ വീട്ടിൽ കയറുന്നു, അവർ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ശ്രുതിയുടെ കാര്യമൊന്നും സംസാരിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് സീനുകളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ശ്രുതിയുടെ ഒരു സീനുണ്ട്. നമ്മുടെ ശ്രുതിനെ അമ്മ വിളിക്കും. അങ്ങനെ നമ്മുടെ ശ്രുതിനെ അമ്മ വിളിക്കുന്നത് വേറൊന്നുമല്ല, കുട്ടിക്ക് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞാട്ടോ വിളിക്കുന്നത്. അവൻ എന്തൊക്കെയോ പറയാനുണ്ട് നിന്നോട് എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അങ്ങനെ വിളിച്ചു കഴിയുമ്പോഴേക്കും ആണെങ്കിൽ നമ്മുടെ ശ്രുതി ആണെങ്കിൽ ഫോൺ എടുക്കാൻ കൂട്ടാക്കുന്നില്ല, ഫോൺ കട്ട് ചെയ്ത് വിടുകയാണ്. എനിക്ക് അവനോട് സംസാരിക്കുകയൊന്നും വേണ്ട, അവനോട് എപ്പോഴും അമ്മ എന്തിനാ എൻ്റെ കാര്യം പറയുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അതായത് കുഞ്ഞിനെ അവോയ്ഡ് ചെയ്യുകയാണ്. ഇത് കാണുമ്പോഴേക്കും കൂട്ടുകാരിക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. കൂട്ടുകാരിയും പറയുന്നുണ്ട് നീ എന്താ കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി പറയുക, ഞാൻ ഈ ഒരു സമയത്ത് കുഞ്ഞിൻ്റെ കാര്യം ഓർത്തുകൊണ്ടിരുന്ന എൻ്റെ ജീവിതം മുന്നോട്ടേക്ക് പോവില്ല എന്നൊക്കെ പറയുകയാണ്. അവിടെയാണ് അമ്മയ്ക്കും വല്ലാത്തൊരു വിഷമാവുകയാണ്. പെട്ടെന്ന് ഫോണൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞിനെ അവോയ്ഡ് ചെയ്യുന്ന പോലെ തന്നെ അമ്മയ്ക്കും തോന്നുകയാണ്. അപ്പോൾ അങ്ങനെ
ഒരു സീൻ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞൊക്കെ പിന്നെ കാണിക്കുന്ന ഒരു സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതിയും സച്ചിയും കൂടെ നമ്മുടെ ശ്രുതിയുടെ അമ്മേനെയും അതുപോലെ തന്നെ ശ്രുതിയുടെ മകനെയും കാണുന്നത്, അത് ഞാൻ പറഞ്ഞല്ലോ. അപ്പം അങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ അവിടെ വെച്ച് കാണുകയും അവിടെ പരിചയപ്പെടുകയും ഒക്കെ ചെയ്യുന്ന കുറച്ച് സീനുകളുണ്ട് കേട്ടോ. കാരണം അവിടെ സ്വന്തം വീടല്ല, ശ്രുതിയുടെ സ്വന്തം വീടല്ല, അവിടെ കുറച്ച് പൂജയ്ക്കും കാര്യങ്ങൾക്കും വേണ്ടിയൊക്കെ വന്നതാണ് ശ്രുതിയുടെ അമ്മ. അവിടെ ശ്രുതിയുടെ അമ്മയുടെ കുടുംബ വീടാണ്. അപ്പോൾ ആ വീട്ടിൽ വെച്ച് കാണുകയും പരിചയപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം കുറച്ച് നാൾ ഞാൻ ആ വീട്ടിലുണ്ട്, താമസിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ശ്രുതിയുടെ കുട്ടീനെ കാണാൻ വേണ്ടി, അതായത് ശ്രുതിയുടെ കുട്ടീനെ കാണാൻ വേണ്ടി നമ്മുടെ രേവതിയും സച്ചിയൊക്കെ വരുന്ന കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ കുറേ സീനുകളുണ്ട് കേട്ടോ നമുക്ക് കിട്ടാൻ. അതൊക്കെ ഇനിയിപ്പോൾ അടുത്ത ആഴ്ച കാണിക്കുമോ എന്നറിയില്ല. നമ്മുടെ രേവതി ആണെങ്കിൽ അവിടെ വരുമ്പോൾ കുളത്തിൽ ചാടുകയും കുളത്തിൽ ചാടിയിട്ട് നമ്മുടെ രേവതിക്ക് എന്താ പറയുക, ശ്വാസം കിട്ടാതെ വരികയും സച്ചി രക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന സീനുകളൊക്കെ ഉണ്ട്. അടിപൊളി സീനുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വേറൊരു ട്വിസ്റ്റ് നടക്കാൻ പോകുന്നത് നമ്മുടെ ചന്ദ്ര എത്തുകയാണ്. എവിടെ? തറവാട്ടിൽ നമ്മുടെ കലാവതിയുടെ അടുത്തേക്ക് ചന്ദ്ര എത്തുകയാണ്. വേറെ ഒന്നിനുമല്ല, സോപ്പിടാൻ വേണ്ടി തന്നെയാണ്. അവിടെ വന്നൊരു ഒന്നൊന്നര സോപ്പിടലാണ് ഇടുന്നത്. ചന്ദ്ര നമ്മുടെ അച്ചമ്മേനെ മാത്രമല്ല കേട്ടോ സോപ്പിടുന്നത്. സോപ്പിടുന്ന അടുത്തയാൾ രേവതിയാണ്. അപ്പോൾ രേവതിനെയും കൂടെ സോപ്പിട്ട് ചാക്കിലാക്കി അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പൈസ മേടിച്ചുകൊണ്ട് ഈ വിവാഹത്തിന് വരാനാണ് നമ്മുടെ ചന്ദ്രമതിയുടെ ഒറ്റ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അങ്ങനെ ചന്ദ്രമതി അവിടെ വന്ന് എല്ലാ ജോലികളും ചെയ്യുന്ന കുറച്ച് രംഗങ്ങൾ, രസകരമായ നിമിഷങ്ങളൊക്കെ കോർത്തിണക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നമുക്ക് അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഫുൾ വിശേഷമൊന്നും ഇതിൽ പറഞ്ഞിട്ടില്ല. എല്ലാം ഏകദേശം കുറച്ച് അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ എടുത്ത് ഏകദേശം നടക്കാൻ പോകുന്ന സംഭവങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതിനിടയിൽ നമ്മുടെ വർഷേനെയും ശ്രീകാന്തിനെയൊക്കെ കാണിക്കുന്നുണ്ട്. അവർ തമ്മിൽ ഫോണിൽ ആ ഒരു സംഭാഷണമൊക്കെ ഉണ്ട് കേട്ടോ. കുറേ ഭാഗങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ സച്ചിയുടെ രേവതിയുടെ അടുത്ത് ചന്ദ്രയും രവീന്ദ്രനും വന്നു കഴിയുമ്പോഴേക്കും അവിടെ ശ്രീകാന്ത് തന്നെയാണുള്ളത്. അപ്പോൾ ശ്രീകാന്ത് രേവതിയുടെ അനിയത്തിയുടെ അതായത് രേവതിയുടെ വീട്ടിലേക്ക് പോവുകയും അവർ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ കുറച്ച് രംഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷം തന്നെയാട്ടോ വരാൻ പോകുന്നത് അടുത്ത ആഴ്ച ഫുള്ളെന്ന് പറഞ്ഞാൽ. ഞാനിപ്പം കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിൽ, പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. ഇനിയും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം മിസ് ചെയ്ത് കളയാതെ നിങ്ങൾ കാണുക. അപ്പോൾ നാളെ നമുക്ക് വിശേഷമില്ല, നാളത്തെ കഴിഞ്ഞ് ഇനി വിശേഷമുള്ളൂ. അപ്പോൾ നാളത്തെ കഴിഞ്ഞ് അടിപൊളി വിശേഷമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.